പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട അപ്പോസ്തലനായ യോഹന്നാനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യേശുവിൻ്റെ കൂട്ടാളിയും സ്നേഹിതനും ഒക്കെ ആയിരുന്ന ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ അപ്പോസ്തലനായ യോഹന്നാൻ. യോഹന്നാന്റെ ഈ സമയത്തെ വയസ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 95ഓളം വയസ്സ് പ്രായമുള്ള യോഹന്നാൻ അപ്പോസ്തലൻ. 95 വയസ്സുള്ള ഈ യോഹന്നാൻ അപ്പോസ്തലനെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് നാടുകടത്തിയത്? അവിടെ പറഞ്ഞിരിക്കുന്നത്, യോഹന്നാൻ എന്ന ഞാൻ യേശുവിൻ്റെ കൂട്ടാളിയാണ്, യേശുവിൻ്റെ കൂട്ടുകാരനാണ്, യേശുവിൻ്റെ ശുശ്രൂഷകനാണ്, യേശുവിനെ സാക്ഷീകരിച്ചവനാണ്. എന്തുകൊണ്ട് പത്മോസ് ദ്വീപിലായി? 2 കാര്യമാണ്. ഒന്ന്, ദൈവത്തിൻ്റെ വചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായി. ദൈവത്തിൻ്റെ വചനം പങ്കുവച്ചതിൻ്റെ ഫലമായി, വചനം ജീവിതത്തിൽ ആചരിച്ചതിൻ്റെ ഫലമായി, വചനം ജീവിതത്തിൻ്റെ ഭാഗമായതിൻ്റെ ഫലമായിട്ട് പത്മോസ് എന്ന ദ്വീപിലേക്ക് ആകപ്പെട്ടു. യേശുവിനെ സാക്ഷീകരിച്ചതിൻ്റെ ഫലമായിട്ട്, യേശുവിനെ സാക്ഷീകരിച്ചു എന്ന് പറയുമ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, അന്നത്തെ രാജാവായിരിക്കുന്ന റോമൻ ചക്രവർത്തിയെ അല്ലാതെ വേറെ ആരെയും ദൈവമായിട്ട് അംഗീകരിക്കാൻ പാടില്ല. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമെന്ന് തോമസ് പറയുന്നതിന് പിന്നിൽ അർത്ഥമുണ്ട്. അന്നത്തെ സമൂഹത്തിൽ എൻ്റെ കർത്താവും എൻ്റെ രാജാവും എൻ്റെ ദൈവവും എന്നൊക്കെ പറയുന്നത് ഒരൊറ്റ വ്യക്തിയെയാണ്, അതന്നത്തെ റോമൻ ഭരണാധികാരിയാണ്. അതല്ലാതെ വേറെ ആരെയും പറയുവാൻ അനുവാദമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ കൊന്നിരിക്കും. അപ്പോസ്തലനായ യോഹന്നാനെ പല വിധത്തിൽ ഈ ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള പരിശ്രമങ്ങൾ നടത്തി. പക്ഷേ ദൈവം ഒരു വാഗ്ദത്തം നൽകിയിരുന്നു, ഈ ശിഷ്യന് മരണം സംഭവിക്കില്ല എന്ന്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിച്ചാൽ അവിടെ പറയുന്നുണ്ട്, ഈ മനുഷ്യന് ഒരു ക്രൂശ് മരണമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മരണം സംഭവിക്കില്ല, സാധാരണ മരണം സംഭവിക്കുമെന്ന് ദൈവം വാഗ്ദത്തം നൽകിയിരുന്നു. ഓർക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അപ്പോസ്തലനായ യോഹന്നാന് എതിരായിട്ട് ലോകം ധാരാളം ശിക്ഷാ നടപടികളൊക്കെ തന്നെ കൈക്കൊള്ളുന്നതായിട്ട് കാണും. പക്ഷെ ഒന്നും ഇംപ്ലിമെന്റ് ആകുന്നില്ല. ദൈവത്തിന്റെ വാഗ്ദത്തം ആരുടെയൊക്കെ ജീവിതത്തിലുണ്ടോ അവരെ വേറെ ആർക്കും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഒരുപക്ഷെ മാനുഷികമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, വേദനിപ്പിക്കുന്നു, പത്മോസ് ദ്വീപിലാക്കുന്നു, കഷ്ടത്തിലായിത്തീരുന്നു എന്നൊക്കെ തന്നെ വിചാരിച്ചാലും അത് കഷ്ടതയല്ല, ദൈവത്തിന്റെ പദ്ധതിയാണ്. ഒരുപക്ഷെ തിന്മ എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് പോലും ദൈവത്തെ കൊണ്ട് നന്മയാക്കി തീർക്കാനായിട്ട് സാധിക്കും.